വളരെ സിമ്പിളായിട്ട് നമുക്കൊരു വെജ് പുലാവ് ഉണ്ടാക്കിയാലോ. നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് പൊട്ടറ്റോയും നമുക്ക് എടുക്കാം. ഇനി ഒരു പകുതി സവോളയും ഇഞ്ചിയും എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ജീരക റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 3 പ്രാവശ്യം അരി നന്നായിട്ട് കഴുകുക. കുക്കർ വെക്കുക. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അതിലേക്ക് ഒലീവ് ഓയിൽ ചേർക്കുക. പിന്നെ നമ്മൾ പട്ട ഇടുക. അതിൻ്റെ ഒപ്പം വറ്റൽമുളകും ഇടുക. എന്നിട്ട് സവോള ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം നിളക്കണം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം, വെജിറ്റബിൾ മസാല ഇടാം, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്കതിലേക്ക് അരി ഇടാം. അരിയിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി വെള്ളം ഒഴിക്കാം. 2 കപ്പ് വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കാം. ഉപ്പ് നോക്കി നമുക്ക് പാകത്തിന് ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുക്കർ അടയ്ക്കാം. ഇനി 2 വിസിലടിക്കുക. 2 വിസിലടിച്ചാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ പുലാവ് ഇവിടെ റെഡി. സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.